കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കാരണം എന്താണ്? അവസാന മണിക്കൂറുകളിൽ ആ ഓഫീസ് ക്യാബിനിൽ എന്തായിരിക്കും സംഭവിച്ചത്? ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോയിയുടെ മരണത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. ഇതോടെ കേസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് പുരോഗമിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ, അടുത്ത ബന്ധുക്കൾ, ജീവനക്കാർ എന്നിവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. സംഭവത്തിന്റെ പശ്ചാത്തലം, മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, റോയിയുടെ അവസാന മണിക്കൂറുകളിലുണ്ടായ സംഭവ വികാസങ്ങൾ തുടങ്ങിയവ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ ജോയിന്റ് കമ്മീഷണർ വസീം കൃഷ്ണയാണ് അന്വേഷണ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, അടുത്ത ബന്ധുക്കൾ, ജീവനക്കാർ എന്നിവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. റോയിയുടെ ഫോൺ കോളുകളും സന്ദേശങ്ങളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. മരണത്തിന് മുൻപ് അദ്ദേഹത്തിന് ഭീഷണികളോ മാനസിക സമ്മർദ്ദങ്ങളോ ഉണ്ടായിരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട്. സംഭവസ്ഥലത്ത് നിന്ന് ശേഖരിച്ച തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മരണത്തിന്റെ കൃത്യമായ കാരണം സ്ഥിരീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പരിശോധനയ്ക്കെത്തിയ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമികമായി മൊഴിയെടുത്തിട്ടുണ്ട്. യാതൊരുവിധ സമ്മർദ്ദവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സമീപകാലത്ത് കോൺഫിഡൻസ് ഗ്രൂപ്പിലുണ്ടായിരിക്കുന്ന നിക്ഷേപങ്ങളെക്കുറിച്ചും നിക്ഷേപകരെക്കുറിച്ചും ആദായനികുതി വകുപ്പ് പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് റോയിയെയും ദുബായിൽ നിന്ന് വിളിച്ചു വരുത്തിയത്. അതേസമയം ബിസിനസ് രംഗത്തെ ശ്രദ്ധേയനായ വ്യവസായിയുടെ അപ്രതീക്ഷിത മരണത്തിൽ വ്യവസായ സമൂഹത്തിൽ വ്യാപക ആശങ്ക ഉയർന്നിട്ടുണ്ട്. കേസിൽ സുതാര്യവും സമഗ്രവുമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.